എറണാകുളത്ത് കാട്ടാന മറിച്ചിട്ട പന ദേഹത്ത് വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. കഞ്ചിക്കോട് സ്വദേശിയായ ആൻമേരിയാണ് നേര്യമംഗലം ചെമ്പൻകുഴി ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ മുല്ലശ്ശേരി സ്വദേശി അൽത്താഫ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോതമംഗലം നീണ്ടപാറയിൽ ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ഇവിടെ നിന്നിറങ്ങിയ കാട്ടാന പന മറിച്ചിടുകയും ദേഹത്തേക്ക് വീഴുകയുമായിരുന്നു. വിവരങ്ങളുമായി നേര്യമംഗലത്ത് നിന്ന് അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, ഒരു പന വീണ് ഒരാളുടെ മരണം സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്നലെ നമ്മളെ തേടിയെത്തിയത്. ഇന്നിപ്പോൾ ആൻമേരിയുടെ മൃതദേഹം ഇവിടെ കളമശ്ശേരിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം എപ്പോഴാണ്? സുജയ, അപകടത്തിന് പിന്നാലെ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ആൻമേരിയെ രക്ഷിക്കാനായില്ല. കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം അൽത്താഫിനെയും ആൻമേരിയെയും എത്തിച്ചത്. പക്ഷേ ആൻമേരിയുടെ മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് അൽത്താഫിനെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആൻമേരിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പാലക്കാടുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അപകടം നടന്ന സ്ഥലത്താണ്. നേര്യമംഗലത്ത് നിന്ന് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുമ്പോഴുള്ള നീണ്ടൻപാറ ചെമ്പൻകുഴി ഭാഗത്താണ് ഇന്നലെ അപകടമുണ്ടായത്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ചെറിയ റോഡാണ് സുജയ. വാഹനങ്ങൾ ഈ നേര്യമംഗലത്ത് നിന്ന് ഇടുക്കിയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ്. വലിയ തിരക്കുള്ള റോഡാണ്. നമ്മളിവിടെ ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി കടന്നു പോകുന്ന ഒരു മേഖലയാണ്. ഈ പ്രദേശത്താണ് ഈ വനത്തിനകത്ത് ഉള്ളിൽ നിൽക്കുന്ന വലിയ ഒരു പനമരമാണ്. ആ പനയാണ് ആന കുത്തിമറിച്ചത്. കാട്ടാന കുത്തിമറിച്ചത്. അതിൻ്റെ വേരോടുകൂടി പിഴുതു കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാനാകും. സാധാരണ ഈ പനയുള്ളിടത്തൊക്കെ ആനകൾ വന്ന് അത് കുത്തിമറിച്ചിട്ട് പന കഴിച്ചു പോകുന്ന ഒരു രീതിയാണ് ആനകളുടേത്. അങ്ങനെ പക്ഷേ നാട്ടുകാർക്ക് അങ്ങനെ വലിയ ഉപദ്രവമൊന്നും ഉണ്ടാകാറില്ല. ഈ പ്രദേശത്ത് കാട്ടാന ശല്യം ഉള്ളതാണ്. ഇന്നലെയും ഇവിടെ ഈ അപകടത്തിന് ശേഷവും കാട്ടാന ഉണ്ടായിരുന്നു. പിന്നീട് പടക്കം പൊട്ടിച്ചേക്കാൻ അതിനേക്ക് ഓടിച്ചതെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആ പന നമുക്ക് കാണാം. വലിയൊരു പനയാണ്. അതിൻ്റെ മൂടുൾപ്പെടെ വേരുൾപ്പെടെ പിഴുത് കിടക്കുന്ന ഒരു ഭാഗം അത് മറഞ്ഞു വരികയായിരുന്നു. ഈ ഇടുക്കിയിൽ നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്നു അൽത്താഫും ആൻമേരിയും. അവർക്ക് മേലെയാണ് ഈ മരം, ഈ പന വന്നു വീണതും അവർ തെറിച്ച് വീണ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. ഇതിൻ്റെ സംഭവം നടന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസിയായ ഒരു ചേട്ടൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടാ, വീടടുത്താണ്. ഇന്നലെ സംഭവം നടന്നപ്പോൾ ഇവിടെ അതിനുശേഷം ഇവിടെ വന്നല്ലേ? ഇവിടെ അടുത്താണ്. എന്താ സംഭവിച്ചേട്ടാ? സംഭവിച്ചിട്ട് ഇന്നലെ 6 മണിയോടുകൂടി അവർ കിഴക്കുന്നു വന്നപ്പോൾ അവരുടെ ദേഹത്തേക്ക് പന വീഴുക. പന ഈ ആന അതിൻ്റെ ഉള്ളിലെ ചോറ് തിന്നാൻ വേണ്ടി പന കുത്തിമറിക്കും. പന ആദ്യം പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലെ ചോറിന് വേണ്ടിയാണ് ചെയ്യണം. പക്ഷേ സ്വാഭാവികമായിട്ട് ഇന്നലെ അത് പിളർത്തി കഴിഞ്ഞപ്പോൾ പന റോഡിലേക്ക് മറിഞ്ഞു വീഴുകയത്. കാണുന്ന പനയും പിളർന്ന് കിടക്കുന്നത് ആന അങ്ങനെ പിളർത്തിയതായിരിക്കും. ആന പിളർത്തിയതാണ്. ചോറിന് വേണ്ടിയാണ് അവർ പിളർത്തണേ. പിളർത്തി ഇന്നലെ സ്വാഭാവികമായിട്ട് ആന അപ്പം തന്നെ പന റോഡിലേക്ക് മറിഞ്ഞു വീഴുകയത്. അപ്പോൾ മറിഞ്ഞു വീഴുമ്പോൾ തന്നെ ഇവർ ദേഹത്തേക്ക് വീണേ. സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് നല്ല പരിക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല പരിക്കുണ്ടായിരുന്നു. കുട്ടികൾ അപ്പം തന്നെ ആൻമരിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് കൃത്യമായിട്ട് വീട് ചെയ്ത് അത് സ്വാഭാവികമായിട്ട് നല്ല പരിക്കുണ്ടായിരുന്നു. കാട്ടാന സാന്നിധ്യമുള്ള കാട്ടാനയുടെ ശല്യമുള്ള സ്ഥലമാണ്. നിത്യം ആന ഇറങ്ങാറുണ്ട്, ആന വരാറുണ്ട്. റോഡിലേക്ക് അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങാറില്ല. കാട്ടിയുടെ നടക്കാറില്ല. കാട്ടിയുടെ പന ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ പന മറിച്ചിടും. അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പന മറിച്ചിട്ട് തിന്നാൻ വേണ്ടിയാണ് പന മറിക്കണത്. നിരവധി വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണല്ലോ. അപ്പോൾ റോഡിലിറങ്ങിയ ആളുകളെ ബുദ്ധിമുട്ടിക്കാറില്ല ആന? റോഡിലിറങ്ങി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാറില്ല. കാട്ടിയുടെ തന്നെ നടക്കാറുള്ളത്. നിങ്ങൾക്ക് വീട്ടുകാർക്കും വേറെ പ്രശ്നമോ കൃഷി നശിപ്പിക്കലോ അങ്ങനെയൊന്നും? നശിപ്പിക്കൽ സംഭവമുണ്ട്. കൃഷി നശിപ്പിക്കുന്നുണ്ട്. കൃഷി സ്വാഭാവികമായിട്ട് നശിപ്പിക്കാറുണ്ട്. സുജയ, ഇന്നലെ സംഭവിച്ചതാണ്. ഈ ആന ഇവിടേക്ക് ഇറങ്ങി വന്നല്ല, കാട്ടിലുണ്ടായിരുന്ന വലിയൊരു പന കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആന അത് കുത്തിമറിച്ചിടുക. അതിൽ പനയോലയും അതുപോലെ തന്നെ പനയ്ക്കുള്ളിലെ മരത്തിനുള്ളിൽ ചോറൊക്കെ കഴിച്ചു പോകലാണ് ശീലം. നമുക്ക് പന കാണുമ്പോൾ തന്നെ അറിയാം അത് പിളർന്ന് കിടക്കുന്നുണ്ട്. 4 പിളർന്ന് കിടക്കുന്നുണ്ട്. ആന തന്നെ കുത്തി പിളർക്കുന്നതാണ് അത് എന്നുള്ളതാണ് പ്രദേശവാസികളും അത് സംബന്ധിച്ച് അറിയുന്ന ആളുകളും ഒക്കെ പറയുന്നത്. ഇതേതായാലും ആ പനയോലയൊക്കെ ഈ റോഡിൽ നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം. വാഹനം, ഈ അപകടത്തിൽ പറ്റിയ ബൈക്ക് ഇന്നലെ തന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അൽത്താഫിൻ്റെ പരിക്കും സാരമായ പരിക്കാണ് അൽത്താഫിന് ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അൽത്താഫ് ചികിത്സയിൽ കഴിയുകയാണ്. ആൻമരിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു 10-11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കോതമംഗലത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ആൻമരിയയും അൽത്താഫും. സുജയ, സംഭവ സ്ഥലത്ത് നിന്നാണ് അല്ലമീൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് പന വീണ് മരിച്ചത്. അല്ലമീൻ, അപകട സാധ്യതയുള്ള, അതായത് ആന അതുവഴി ഇറങ്ങുന്നത് പതിവാണെന്നല്ലേ നാട്ടുകാർ പറയുന്നത്? അവിടെ മറ്റ് മരങ്ങളൊക്കെ നിൽക്കുന്നത് എങ്ങനെയാണ്? ഇതിപ്പോൾ കുറച്ച് ഉള്ളിലായി നിന്ന ഒരു പനയാണ്. അത് താഴേക്ക് വീഴുന്നു. അത് ആന കുത്തിയിട്ട് കഴിഞ്ഞപ്പോൾ അത് താഴെ വഴിയിലൂടെ പോവുകയായിരുന്നു. ഒരാളുടെ ജീവനാണ് എടുത്തത്. അപകട സാധ്യതയുള്ള രീതിയിൽ അവിടെ കൂടുതൽ മരങ്ങൾ ഇതുപോലെ ആനത്താരയിൽ അല്ലെങ്കിൽ ആന ഇറങ്ങി വരുന്ന വഴിയിൽ ഒക്കെ ഉണ്ടോ?
സുജ, മരങ്ങൾ ഒരുപാടുണ്ട്, നിരവധി മരങ്ങളുണ്ട്. പക്ഷേ ആന ഈ പന കുത്തിമറിച്ചിട്ടാലും അത് കാട്ടിനകത്ത് തന്നെ ഇട്ട് അത് കഴിച്ചു പോവുകയാണ് പതിവ് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇങ്ങനെ റോഡിലേക്കൊന്നും സാധാരണ വരാറില്ല. പക്ഷേ ഈ നിൽക്കുന്ന പന അത് വലിയൊരു പനയാണ്. അത് പക്ഷേ തള്ളി മറിച്ചിട്ടപ്പോൾ ഈ റോഡിലേക്കുള്ള ഡയറക്ഷനിൽ വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതാണ് ഈ റോഡിലേക്ക് വന്നതും ഈ ബൈക്കിൽ സഞ്ചരിച്ച ആളുകളുടെ മീതേക്ക് ഈ പന വന്ന് വീഴുന്നതിന് കാരണം. ഇന്നലെ അപകടം പറ്റിയ ബൈക്ക് കൂടി നമുക്കൊന്ന് കാണാം. സുജ, ബൈക്ക് തൊട്ടപ്പുറത്ത് ഈ റോഡിൻ്റെ മറുഭാഗത്തൊരു കുഴിയിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. അവിടേക്ക് തള്ളി പോകുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ നേരത്തെ സംസാരിച്ച ചേട്ടൻ പറഞ്ഞത് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാന സാന്നിധ്യം സ്ഥിരമുള്ളതാണ്. കൃഷി നശിപ്പിക്കലൊക്കെ പതിവുമാണ്. പക്ഷേ റോഡിലിറങ്ങി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതോ അത്തരം പതിവൊന്നും ആനകൾ കാണിക്കാറില്ലെങ്കിൽ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല സാധാരണഗതിയിലും. നമുക്കിപ്പോൾ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ കാണാം നിരവധി മരങ്ങൾ ഈ റോഡിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ ആന കുത്തിമറിച്ചിടാതെ തന്നെ ഇത് മറിഞ്ഞ് വന്നാൽ പോലും, മറ്റേ കാറ്റത്തോ മറ്റൊക്കെ മറിഞ്ഞ് വന്നാൽ പോലും ഇത് ഇങ്ങ് വരാറുണ്ട്. ഈ പറഞ്ഞതുപോലെ റോഡിലേക്ക് വന്ന് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഏതായിരുന്നാലും നമുക്ക് ആ ബൈക്ക് കൂടി കാണാം. ഇന്നലെ ആൻമരിയയും അതുപോലെ തന്നെ അൽത്താഫും സഞ്ചരിച്ച ബൈക്ക് അപകടം നടന്നതിൻ്റെ കുറേ ഇപ്പുറത്ത് ഒരു കുഴിയിലേക്ക് തലകീഴായി മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. ഏതാണ്ട് അപകടം നടന്ന ഭാഗത്ത് നിന്ന് ഏതാണ്ട് 25-30 മീറ്റർ അകലെ ആണ് മറുവശത്തേക്ക് കുഴിയിലേക്ക് ബൈക്ക് വീണ് കിടക്കുന്നത്. തലകീഴായ ബൈക്ക് വീണ് കിടക്കുകയാണ്. സ്വാഭാവികമായും ആ ബൈക്കിൻ്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായും ഊഹിക്കാം എത്രത്തോളം പരിക്ക് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആന്മാരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. അൽത്താഫിനും സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഇടുക്കിയിൽ പോയതിനു ശേഷം തിരിച്ച് കോതമംഗലത്തേക്ക് വരുന്നതിനിടെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതായിരുന്നാലും ദാരുണമായൊരു സംഭവം അവർ ഉണ്ടായിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നിരവധി യാത്രക്കാരും നിരവധി ഇരുചക്ര വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങി ഉപദ്രവിക്കുന്നത് പതിവാണ്, അല്ലെങ്കിൽ അത് നമ്മൾ കേട്ടുകേൾവിയുള്ള കാര്യമാണ്. പക്ഷേ കാട്ടാന ഈ പന കുത്തിമറിച്ചിടുന്നു, അത് വന്ന് വീണ് ഒരു വിദ്യാർത്ഥി മരിക്കുന്നു അല്ലെങ്കിൽ അവർ മരിക്കുന്നു എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഗതിയുമാണ്. ഏതായിരുന്നാലും അത്തരത്തിലൊരു ദാരുണമായ അപകടം അല്ലെങ്കിൽ മരണം ആൻമരിയയ്ക്ക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ആൻമരിയയ്ക്ക് സംഭവിച്ചിരിക്കുന്നു. അൽത്താഫ് ഗുരുതര പരിക്കുകളോടുകൂടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സുജ. ഓക്കെ, അല്ലമീനാണ് അപകടമുണ്ടായ സ്ഥലത്തു നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്. നേര്യമംഗലത്താണ് ആന പന കുത്തിമറിച്ചിടുന്നതൊക്കെ അവിടെ പതിവാണ് എന്ന് നാട്ടുകാർ പറയുന്നത്. ആനയ്ക്ക് പനയോല തിന്നാൻ വേണ്ടിയാണ്. പക്ഷേ ആ പന കുത്തിമറിച്ചിട്ടപ്പോൾ അതുവഴി ബൈക്കിൽ പോവുകയായിരുന്ന രണ്ടുപേരുടെയും, അൽത്താഫിൻ്റെയും ആനിൻ്റെയും ദേഹത്തേക്ക് അത് വീഴുകയായിരുന്നു. ബൈക്ക് തെറിച്ച് മറുഭാഗത്ത് കിടക്കുന്നത് നമ്മൾ കണ്ടു. ആനിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അൽത്താഫ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.